നിങ്ങൾ സ്ഥിരമായിട്ട് പെപ്സിയും കോക്കോളയൊക്കെ കുടിക്കാറുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പല്ലുകൾക്ക് ഇനാമൽ ഇറോഷൻ ഉണ്ട്. ഒരു അസിഡിക് ആയിട്ടുള്ള നേച്ചർ ഉള്ള ഒരു ഡ്രിങ്ക്സ് ആണ് ഇതെല്ലാം തന്നെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഇനാമലിന് അത് ഇറോഷൻ ചെയ്ത് കളയും. അതുപോലെ തന്നെ എല്ലാ കാർബണേറ്റഡ് ഡ്രിങ്ക്സിലും നിങ്ങൾ അതൊരു ഷുഗറി ആയിരിക്കും, അതിന് ഷുഗർ കണ്ടന്റ് വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ ഷുഗർ കണ്ടന്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഈ നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ പല്ലുകളിലെല്ലാം തന്നെ ഷുഗർ കണ്ടന്റ് വന്നിരുന്ന് നമുക്ക് പല്ലുകളിൽ കൂടുതൽ കേട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ അസിഡിക് നേച്ചറും കൂടി ആകുമ്പോൾ ആ കേട് വരുന്നതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പല്ലുകൾ കൂടുതൽ കേടാവുകയും ചെയ്യും, ഇനാമൽ ഇറോഷൻ സംഭവിക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പല്ലിന് പുളിപ്പ് വരികയും ചെയ്യും. ഇനി എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? നിങ്ങളിപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ടൂത്തുമായിട്ട് അത്രയധികം ഡയറക്റ്റ് കോൺടാക്ട് വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്ത് നിങ്ങളുടെ പല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയുക. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ബ്രഷ് ചെയ്യുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഷുഗറി കണ്ടന്റ് നിങ്ങളുടെ ടൂത്തിൽ നിന്ന് പോകും. അതുപോലെ തന്നെ ഈ അസിഡിക് ഇതുള്ളതൊന്നും പെട്ടെന്ന് ടൂത്തുമായിട്ട് കുറേ നേരം കോൺടാക്റ്റിൽ ഇരിക്കുന്നില്ല. നമ്മൾ പല്ല് കഴുകാതിരുന്നു കഴിഞ്ഞാൽ ആ ആസിഡിക് നേച്ചറുള്ള സബ്സ്റ്റൻസ് നമ്മുടെ പല്ലുകളിലായിട്ട് കൂടുതൽ നേരം കോൺടാക്റ്റിൽ ഇരിക്കുകയും പല്ല് നഷ്ടപ്പെടുകയും ചെയ്യും.